നമസ്കാരം. നിങ്ങൾ ഇതിന്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാ? സാറേ, ഞാൻ 4-5 തവണ ഇവിടെ വന്നിട്ടുണ്ട് സാറിന്റെ അടുത്ത്. മറ്റേ നിലം പുരയിടാക്കേണ്ട കാര്യത്തിനായിട്ട് 3-4 മാസമായി ഞാൻ തന്നിട്ടത്. അല്ല, അത് ഇയാള് ഇവിടെ കൊണ്ടുവന്ന? സാറേ, ഇവിടെ തന്നാണ്. ഇരിക്ക്. അതെന്തിനപ്പോ ഇവിടെ കൊണ്ടുവന്ന്? അല്ല സാറേ, ഞാൻ ഈ RD ഓഫീസിൽ ചെന്നപ്പോഴേ അവിടെ ഞാൻ ഈ അപേക്ഷന്റെ രേഖകളൊക്കെ കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടു കൊടുക്കണം പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് മടക്കി പറഞ്ഞു. അത് ശരി. സാർ ഒന്ന് ആ സ്ഥലം വന്ന് പരിശോധിച്ചിട്ടേ ഇത് പുരയിടമാക്കാവുന്നെന്നും പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒന്ന് ഫയൽ അയക്കുമോ? ഞാൻ RD ഓഫീസിലേക്ക് ഫയൽ അയക്കാം. ഇയാളെന്തോ വില്ലേജ് ഓഫീസറെ നിയമം പഠിപ്പിക്കാൻ വന്നേക്കണാണ്? അയ്യോ അല്ല സാറേ, ഞാൻ പറഞ്ഞതാണ്. കൊറേ നടക്കണം സാറേ, ഒന്ന് ശരിയാക്കി തന്ന ഉപകാരമായി. അതിനേ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറൊക്കെ അറിയണം. അതൊക്കെ കാണാപ്പാടാ. ബ്ലോക്ക് നമ്പർ 14, സർവേ നമ്പർ 360/3. ഇത് ഈ സ്വഭാവ വ്യതിയാനത്തിന്റെ ഫയൽ വായിച്ചു മനപ്പാടായി സാറേ. ഈ അപേക്ഷകന്റെ പേരെന്താ? എന്റെ പേരെന്നെയാ. ഇയാളുടെ പേര് പറയടോ. സൂതൻ. അല്ല, അയ്യോ അതിന്റെ പേരിലടോ? അതെ അതെ അതെ, ഞാനേ പുറത്തുനിന്ന് സാറിന്റെ പേരൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടേ. എന്റെ പേര് ശീതളൻ. അതെ, ശീതള. ഒരു വില്ലേജ് ഓഫീസിൽ എത്ര വില്ലേജ് ഓഫീസർ ഉണ്ട്? ഒരാള് അല്ലേ? അയാൾക്ക് എന്തോരം പണിയുണ്ടെന്ന് അറിയോ? ആൾക്കാരുടെ വരുമാനം എത്രയാണെന്ന് അറിയണം, ചെലവ് എത്രയാണെന്ന് അറിയണം, ഭൂമി നികത്തുന്നുണ്ടോന്ന് അറിയണം, ഭൂമി കുഴിക്കുന്നുണ്ടോന്ന് അറിയണം, തണ്ടപ്പേരറിയണം. ഇനി 100 കണക്കിന് ആൾക്കാരുടെ അപേക്ഷയാണ് നിലം പുരയിടാക്കണം എന്നും പറഞ്ഞിവിടെ വന്നിട്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കാം. ഇത് എത്ര പണിയാ സാർ? ഇത് എത്ര ശമ്പളം ഉണ്ട്? ഇയാള് അപേക്ഷ തന്നതിന്റെ കൂട്ടത്തില് ഫോൺ നമ്പർ തന്നിട്ടില്ലേ? ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സമയമാകുമ്പോ വിളിക്കാം. അപ്പൊ വന്നാ മതി കേട്ടാ. സഹായിക്കണം കേട്ടോ. ശരി ശരി. വില്ലേജ് ഓഫീസർ ആവാൻ നന്നായി. എന്തൊരു ചീഞ്ഞ മഴയാണിത്. മനുഷ്യനിടങ്ങാറാക്കാൻ. തണുക്കണ്ടാ കോട്ടയനാടു. അതെ, നമുക്കൊന്ന് തുറന്ന് അങ്ങോട്ട് പോകാം. അറിയല്ലേ മഴ കൊണ്ട് ഒന്നിനെയാണ് പെയ്യ അല്ലെ പോവാ. ഇങ്ങനെ നിക്കാ ചെയ്ഞ്ഞട്ടെ. അപ്പൊക്കെ എന്താ നമ്മളെ പേര്? നമ്മുടെ രണ്ടാളുടെ അല്ല, ചേട്ടന്റെ പേര്. ചേട്ടനേ, എന്റെ പേര് ശീതളൻ അനുജ. അതെ. അനുജന്റെ പേരെന്താ? എന്റെ പേര് സുമേഷ് കുമാർ. ഭയങ്കര പേരുണ്ടല്ലോ. ഭയങ്കര പേരുണ്ട്. എവിടേക്കാ പോണേ? അനുജൻ എവിടേക്കാ? RD ഓഫീസ് വരെ ഒന്ന് പോകണേ. ശരി, RD ഓഫീസിലേക്കാ. ഞാൻ എവിടേക്ക് വന്നെ? എന്റെ അയൽവാസിയാണ് സുമേഷ് ചേട്ടൻ. സുമേഷ് ചേട്ടന്റെ വൈഫിനൊരു എന്റെ ഭാര്യ. അത് തന്നെ ഒരു 14 സെന്റ് ഭൂമി കിട്ടി. അത് അപ്പനപ്പകുമാരുടെ കാലത്ത് തന്നെ അത് പുരയിടമായിട്ട് കിടക്കുകയാണ്. പിടിച്ചാ പിടിമുട്ടാത്ത മരമൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഈ 2 കൊല്ലം മുമ്പ് സുമേഷ് ചേട്ടൻ കരം അടച്ച്. അപ്പൊ അതില് നിലോന്ന് കാണിച്ച്. ഇപ്പൊ അത് തിരുത്താൻ വേണ്ടി നടക്കുകയാണ്. 2 കൊല്ലമായി. പ്രശ്നമൊക്കെ തന്നെയാ. പറയണ്ട, ഞാൻ ഈ സ്ഥലം ശരിയാക്കാൻ വേണ്ടിട്ടേ ഞാൻ നടന്ന് അവസാനം കാല് കഴിച്ചപ്പോ ഈ വില്ലേജ് ഓഫീസറായിട്ട് ഒരു റിപ്പോർട്ട് ശരിയാക്കി തന്നു. കാല് കഴിച്ചല്ലേ സ്ഥലത്തിന്റെ? ഇത് അതിന്റെ അപ്പുറത്താണ്. പുള്ളി ആദ്യം ചെന്നപ്പോ പറഞ്ഞ് അളന്നുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞു. അളന്നുകൊണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ പറയണ അത് അംഗീകാരമുള്ള സർവേർ അളക്കണമെന്ന്. പിന്നെ സർവേർ അളന്ന് കൊണ്ടുപോയി കൊടുത്തപ്പോ പറഞ്ഞ അതിന്റെ 5 കോപ്പി വേണം. 5 കോപ്പി എടുത്തുകൊണ്ട് ചെന്നപ്പോ പറഞ്ഞു ഒരെണ്ണം മതി, 4 എണ്ണം വേണ്ട, ഒരു 5000 രൂപ അടക്കണം. നടന്ന് പാവപ്പെട്ടവനെ ഇടങ്ങേറ. ഇന്ന് എന്നെ വിളിച്ചോണ്ട് പോണേന്നൊന്ന് സംസാരിക്കാൻ. തോർച്ചയുണ്ടല്ലോ, നമുക്കൊന്ന് ചെന്നാലോ? അതെ അതെ, പോയാലോ? കടക്കാൻ ഒരു കുഴപ്പമില്ല. ഡോക്ടർ സാറേ നമസ്കാരം. ഞാൻ എന്റെ നിലം മാഡത്തിനെ കാണിച്ചാൽ മതി. അവിടെ കാണിച്ചാൽ മതി. സാർ, ഇത് സുമേഷ് ചേട്ടൻ്റെ ഒരു തരംമാറ്റണതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ കൊറേ ദിവസമായി പുള്ളിനെ.
അതെ സുമേഷേട്ടൻ്റെ. നിങ്ങളെന്താ കുത്തിരിക്കണം? അയാൾ ഇരിക്കട്ടെ. അല്ല എനിക്ക് പറഞ്ഞ അങ്ങോട്ട് ഇതാവൂലേ, പറഞ്ഞ് മനസ്സിലാക്കാൻ അറിഞ്ഞൂടാ, അതെന്നെ കൂടെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങളാ പറയണേ? അതെ. നിങ്ങൾ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാൾ ഇരിക്കട്ടെ എന്ന്. വയസ്സായ ആളല്ലേ, നിങ്ങൾ ഇരിക്കും. സുമേഷന് ഇരുന്നു. ഇരുന്നു. മൂത്തോരോടൊക്കെ ഇപ്പോഴും ബഹുമാനം കാണിക്കും. അല്ല പെട്ടെന്ന് ഇതിനെ പറയാൻ വേണ്ടിട്ട്. നിങ്ങൾ നിന്ന് പറഞ്ഞാൽ മതി. എന്താ കാര്യം പറഞ്ഞു? എന്താ വിസ്തീർണം തിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ അത് തിരുത്താൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് അത്. അല്ല, ഇതിപ്പോ ഈ ചതുരശ്ര മീറ്റർ 485 കാണിച്ചിട്ട് പിന്നെ അത് മാറ്റിയിട്ട് നിങ്ങൾ 525 അത് മാറ്റിയിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. അതിന് അത് സാറേ മുമ്പിരുന്ന് വെച്ച സൂപ്രണ്ട് പറഞ്ഞ് ഈ 485 കരോടിച്ച റെസീറ്റിലുണ്ടായത്. കൈവശമുള്ള ഭൂമി 5250. അപ്പൊ ഇതിക്ക് മുമ്പിരുന്ന സൂപ്രണ്ട് പറഞ്ഞ് കൈവശമുള്ള ഭൂമിയുടെയാണ് ഇവിടെ കാണിക്കേണ്ടത്, കരോടിച്ച റെസീറ്റിന്റെ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മളങ്ങനെ തിരുത്തി കൊണ്ടുവന്നപ്പോ മൻമോഹൻ സാർ ഉണ്ടായില്ല, സാറിന് മുമ്പുള്ള മൻമോഹൻ സാറ് പറഞ്ഞ് കൈവശമുള്ളത് പറ്റൂല, കരോടിച്ച റെസീറ്റിലുള്ളത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അത് തിരുത്തി കൊണ്ടുവന്നതാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടണ നിങ്ങള്? ഇല്ലാത്ത സ്ഥലത്തിന് ആരും റെഗുലറൈസ് ചെയ്യോ? ഇല്ല, ഭൂമിയിൽ ഇല്ലാത്ത വേണ്ട, നമുക്ക് കരോടിച്ച റെസീറ്റിലുള്ള മതി. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് കൈവശമുള്ള ഭൂമിയുടെ ആക്കാൻ പറഞ്ഞത്. നിങ്ങളിത് കൊണ്ടുപോയിട്ടേ ഈ 525 എന്നുള്ളത് മാറ്റിയിട്ട് 425 ആക്കിയിട്ട് സർവേർ എടുത്ത് ഒരു സൈനും എടുത്തിട്ട് ഒരു പേര്. അതെന്ത് മര്യാദകേടാണ് സാറേ ഈ പറയണ? അതെ, മര്യാദകേടൊന്നും ഇജിന്നെ പഠിപ്പിക്കണ്ടേ കേട്ടോ. ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടാ ഞാൻ. അത് കൃത്യമായിട്ട് കിടന്നേച്ചതാണ് അയാളെ പറഞ്ഞ് തിരുത്തിച്ചത്. ഇനി അതുപോലെ തന്നെ ആക്കി തരണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ ചെല്ലാനാണ്. എന്തായാലും 485 ആക്കിയാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ആ കിടന്ന പോലെ തന്നെ ആക്കണോന്ന്. തിരുത്തിയത് അബദ്ധമായി എന്നാ പറയണ. പറഞ്ഞിട്ടല്ലേ ഞാൻ തിരിച്ചത്. എന്തിനാണ് സാറ് നിയമം അതായി പോയി കാരണവരെ? എന്ത് നിയമം? നിയമമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനൊരു പാവപ്പെട്ടവനാണ്. അല്ല, ഞാൻ എന്താ പറയണെന്നറിയാം മാഡം, എന്റെ അച്ഛന്റെ ഓർമ്മയിൽ പോലും ഈ സ്ഥലം പൊരയിടാണ്. പിന്നെ ഇപ്പൊ ഈ കരം തീർത്ത രസീതിൽ എങ്ങനെ ഇപ്പൊ ഈ നിലന്നായതെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. അതെന്താ അറിയോ, ഈ ഓൺലൈൻ കരം രസീതില്ലേ, അത് നമുക്ക് കിട്ടുന്നത് BTR നോക്കി ഡാറ്റ എൻട്രി നടത്തിയിട്ടാണല്ലോ. ഓ, അത് ശരി. അപ്പൊ ഈ ഡാറ്റ എൻട്രി നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവാം, അങ്ങനെയും ഇത് സംഭവിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് BTR എടുപ്പിക്കുക. അതില് പുരയിടം എന്നാണെങ്കിൽ ഒരു വിഷയമില്ലല്ലോ, കുഴപ്പമില്ല. അല്ല മാഡം, അപ്പൊ ഈ BTR നിലം തന്നെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റണം എന്താ വെച്ചാല് വില്ലേജ് ഓഫീസിൽ നിന്ന് സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ കോപ്പി എടുക്കണം. അപ്പൊ അതില് പുരയിടം എന്നാണെങ്കിൽ വേറെ വിഷയമില്ല. ഇനിയിപ്പൊ അതും നടന്നില്ലെങ്കിൽ വഴുതക്കാട് സെൻട്രൽ സർവേ ഓഫീസ് ഉണ്ട്, അവിടെ പോയിട്ട് ആ രജിസ്റ്റർ എടുത്ത് നോക്കുക. അതില് പുരയിടം എന്നാണെങ്കിൽ പിന്നെ ഒരു നൂലാമാലയില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം നടക്കും. അതെ അല്ലേ? അതിപ്പോ അങ്ങനെയാണെന്ന് റീസർവ് നടക്കുന്നതിന് മുൻപുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതെന്തായാലും അതെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. അതെ, കിട്ടണം. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആയിക്കോട്ടെ, വളരെ സന്തോഷം. കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമില്ലേ? അല്ല, അതിപ്പോ നാള് കൊറേ ശരിയാക്കാൻ പറ്റണില്ല. അപ്പൊ പറഞ്ഞ പോലെ ചെയ്, മൂപ്പരെ കൂട്ടി പോയിക്കോളി കേട്ടോ. കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞു, ഞാൻ പോവുക. പോരുന്നുണ്ടോ? പോയിക്കോളി, മൂപ്പരെ കൂടെ പോയിക്കോളി കേട്ടോ. വിസ്തീർണൊക്കെ കറക്റ്റ് ചെയ്ത് വന്നാലേ ഞാൻ ശരിയാക്കി തരും. പേടിക്കാണ്ട് പോയിക്കോളി. സുമേഷ് ചേട്ടാ പോകാം. പോകാം. ഓണോ അല്ലേ? സാറേ, ഞാനിതിപ്പോ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വന്നാല് സാറ് പോയി മന്മഥൻ സാറ് വന്നാ ഞാൻ പിന്നെ ഇത് തിരുത്താൻ വേണ്ടി പോണ്ടേ? അത് വേണ്ടി വരും. വേണോ അല്ലേ? അപ്പൊ സാറേ, നിലമായാലും പുരയിടമായാലും എന്റെ സ്ഥലം അവിടെ തന്നെ കിടക്കൂലേ? കിടക്കുമല്ലോ. അപ്പോഴേ അതവിടെ തന്നെ കിടക്കട്ടെ. വാ നിങ്ങൾ.